ഹലോ ഗൈസ്, വെൽക്കം ടു ബോൺ വോയേജ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടുള്ളത്. താങ്ക് യു. ഹലോ ഗൈസ്, വി ആർ ബാക്ക് അഗെയിൻ. നമ്മളിപ്പം നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് റൂമാണിത്. ഇവിടെ 10 രൂപയ്ക്ക് 1 മണിക്കൂർ, അതായത് 2 മണിക്കൂർ 20 രൂപയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണുള്ളത്. ഇവിടെ നല്ല സോഫയിൽ ചാരി ഇരുന്ന് AC കൊണ്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് തന്നെ നമ്മൾ കുളിക്കെല്ലാം ചെയ്ത് കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ ഇന്ന് രാത്രി നമ്മൾ നോർത്തിലേക്കുള്ള വണ്ടി കയറും. അപ്പം ഇപ്പം നല്ല ഫുഡെല്ലാം കഴിക്കുകയാണ്. അങ്ങനെ വെജ് ഫ്രൈഡ് റൈസ് നമ്മൾ കഴിക്കുകയാണ്. ഞാൻ കോഫിയെല്ലാം കുടിക്കുന്നുണ്ട്. അപ്പം 11:40ക്കുള്ള ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഇനി ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് കാണാം. നമ്മൾ ട്രെയിൻ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക. ഇതാണ് യശ്വന്ത്പൂരിലെ 6ാമത്തെ പ്ലാറ്റ്ഫോം. നമ്മൾ ട്രെയിൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടി വന്നിട്ട് നേരെ കയറണം. ജനറൽ ടിക്കറ്റാണ് എടുത്തത്. ഇത്രയും ദൂരം ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും ഇന്നേ വരെ അങ്ങനെ ഒരുമിച്ചൊരു യാത്ര അത്രയും ദൂരം ഇന്നേ വരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത്രയും ദൂരം ജനറൽ ടിക്കറ്റിൽ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ഒന്ന് ഊഹിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഒരു തിരക്ക് കണ്ടില്ലേ. അപ്പം ഇത് ജനറലിൻ്റെ ഉള്ളിൽ ആയിക്കഴിഞ്ഞാലുള്ളൊരു തിരക്കും പിന്നെ നോർത്തിലത്തെ അവസ്ഥ പറയണ്ടാകും. അതെങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. സോ ലെറ്റ് സി. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കുമാണ് നമ്മളെ ചുറ്റുമുള്ളത്. അപ്പം ഇവിടെ നിന്ന് ഒരു മത്സരമായിരിക്കും. കാരണം സീറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഉറപ്പില്ല. നമുക്ക് എന്തായാലും പോവാം. വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ബാത്റൂമിൽ പോയതിന് ശേഷം ഹണീൻ്റെ മുഖമാണിത്. ഹണി, എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? എന്താ പറ്റിയത്? പറയടി, ഒന്ന് പറ പ്ലീസ്. ഏത് കളറായിരുന്നു? നമ്മൾ 2ാം ദിവസം ട്രെയിനിലത്തെ 2ാം ദിവസമായി. ഹൈദരാബാദ് കഴിഞ്ഞു. അങ്ങനെ നാഗ്പൂർ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ഇരുന്ന് നീന്തിയിട്ടെല്ലാം പോവുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അവില് കൊണ്ടുവന്നതുകൊണ്ട് അവില് തിന്നുന്നുണ്ട്. കാണിച്ചെടുക്കാൻ 3 നേരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവില് അമ്മ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി തന്ന്, സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന അവില് തിന്നിട്ട് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ പഴം ഉണ്ടല്ലേ, പഴം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഈ പഴവും അവിലും വെള്ളവും എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ 3 ദിവസം ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ 3 ദിവസമല്ല 2.5 ദിവസം നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ഇപ്പം ട്രെയിനിൽ നിന്ന് ഇറങ്ങി കാലുകുത്തി. ജയ് ശ്രീറാം, ജയ് സിയാറാം. അയോധ്യയാണ്. UP-യിൽ അയോധ്യയിൽ വന്നിട്ടാണുള്ളത്. അമ്പലം ഒന്ന് കണ്ടിട്ട് വേഗം പോകാന്നുള്ള പെട്ടെന്നുള്ള തോന്നൽ കൊണ്ട് വന്നതാണ്. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ മാരക മഞ്ഞ്. നമ്മൾ 4:15 എത്തേണ്ടതാണ്. വൈകുന്നേരം 4:30 എത്തേണ്ട നമ്മൾ ട്രെയിൻ ലേറ്റായി 6-6.5 മണിക്കൂർ ലേറ്റായി. നമ്മളിപ്പോഴാണ് എത്തുന്നത്. അറൗണ്ട് 11-11:15 ആയി. മഞ്ഞെന്ന് പറഞ്ഞാൽ വൻ മഞ്ഞ്. സ്വർഗത്തിലൂടെ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എങ്ങോട്ടാ പോകേണ്ടത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നടന്നു നോക്കട്ടെ. ആൾക്കാരെല്ലാം നടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് നടന്നു നോക്കാം. അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മഞ്ഞ് മൂടിയിട്ടൊന്നും കാണുന്നില്ല ശരിക്കും. അതിൻ്റെ മുകളിലേക്ക് ആ ലൈറ്റ് എത്തുന്നില്ല. അവിടെ ഈ ഗോപുരം പോലെയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയ ആണ് വരുന്നത് ഇത്. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ്. ജയ് സിയാറാം. നമ്മളിപ്പോൾ ഉള്ളത് അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ ബിൽഡിങ്ങിലാണ്. നമ്മളിപ്പോൾ ഫുഡ് മേടിക്കാൻ വന്നതാണ്. അപ്പം പഴയ റെയിൽവേ സ്റ്റേഷൻ, പുതിയ റെയിൽവേ സ്റ്റേഷൻ, എൻട്രി എക്സിറ്റ്, ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം ഞാൻ കാണിച്ചു തരാം. അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് വാ. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോകും.
ഒരു എയർപോർട്ട് സ്റ്റൈലിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ പുതിയതായിട്ട് ഇവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോൾ ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഈ കാണുന്നത് പുതിയ ബിൽഡിങ്ങിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ സെക്ഷനാണ്. ഈ ഭാഗമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം എക്സിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം വരുന്ന ആൾക്കാരെല്ലാം പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ആ വഴി കൂടെയാണ് എക്സിറ്റ് പോകേണ്ടത്. പുതിയ റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് എൻട്രി മാത്രമാണ് അതുവഴി ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ വഴിയിൽ കൂടെ നമുക്ക് എക്സിറ്റ് അടിക്കാം. प्लेटफॉर्म नंबर 2 कृपया ध्यान दीजिए A3A52 जम्मू तवी कोलकाता एक्सप्रेस कुछ ही समय. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം അടക്കം എല്ലാ കാര്യങ്ങളും പുതിയ ബിൽഡിങ്ങിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 5 പോയിട്ടാകുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം അതേപോലെ ഭക്ഷണത്തിൻ്റെ സൗകര്യം എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ ചോദിച്ച പോലീസുകാരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ്. റൂം ബുക്ക് ചെയ്ത ആൾ നമ്മളെ വിളിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നേരെ റൂമിലേക്ക് പോവും. ഇന്ന് റെസ്റ്റ് എടുക്കും. ഇത് പക്ക ഒരു ബേസിക് എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി വെച്ചുകൊണ്ടുള്ള രീതിക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഫുൾ ബഗേജ് ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇവിടെ വലിയൊരു അണ്ണാരക്കണ്ണൻ്റെ വലിയൊരു പ്രതിമ, ഒരു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റാച്യു നമുക്കിവിടെ കാണാം. അവിടെ അമ്പലത്തിൻ്റെ ആ ഒരു ഡ്രോയിങ് വർക്ക് നമുക്ക് കാണാം. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഗേറ്റ് 8 ആ ഭാഗത്തേക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് റൂമുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ഇൻഫൻറ്റ് കെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഇൻഫൻറ്റ് കെയർ. അതേപോലെ ഇങ്ങോട്ടേക്ക് വാഷ്റൂമുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക് ലേഡീസ് വെയിറ്റിംഗ് ഹാള് കാണാം. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വാഷ്റൂം പോയതിന് ശേഷം നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാം. ഇവിടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തൊന്ന് സെറ്റാവുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ഫുള്ള് തിങ്ങിക്കൂടി ഇങ്ങനെ ഇവിടെ തന്നെ കിടന്ന് വെയിറ്റ് ചെയ്യുന്ന രീതിക്കാണുള്ളത്. അപ്പം ഇത് കാണുമ്പം ആ ഒരു എയർപോർട്ടിൻ്റെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫീലേ മാറിപ്പോന്ന്. ശരിയാണ്, വേറെ റൂം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമായിരിക്കും. വെയിറ്റിംഗ് ആയിരിക്കും, ചിലപ്പം ട്രെയിന് വരാൻ വൈകുന്നത് കൊണ്ട് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാരണം ഇവിടെ നിറച്ചും ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ഫുഡ് കോർട്ടിൽ നമുക്ക് താഴത്തേൽ കിട്ടുന്നില്ല, മുകളിലാണ് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ നിലവിലിപ്പം 11:30 ആയി. അതുകൊണ്ട് നമുക്ക് ഫുഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് താലിയാണ്. അതുകൊണ്ട് അത് പാർസൽ മേടിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഞാൻ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. അണി നമ്മളെ പാർസൽ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ടോട്ടോ പിടിച്ചിട്ട് നേരെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇവർ പറയുന്നത് 200 രൂപയാണ് അങ്ങോട്ടേക്ക് എത്തിക്കാൻ. ഇപ്പം നമ്മൾ ഏകദേശം 11:30 കഴിഞ്ഞു. സമയം നല്ല ലേറ്റായി, നല്ല മഞ്ഞാണ്. മുന്നോട്ടേക്ക് കാണുന്നില്ല. 12 മണിയായി. അപ്പം മുന്നോട്ടേക്ക് കാണാത്ത രീതിക്ക് അത്രയ്ക്കും മഞ്ഞാണ്. അപ്പം റൂമിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി വിശേഷം എന്നിട്ട് പറയാം.